എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്പോട്ട് അഡ്മിഷനായിട്ടുള്ള വെയിറ്റിംഗ് ലിസ്റ്റ് വേക്കൻസി പ്രസിദ്ധീകരിച്ചു. അപ്പോൾ സ്പോട്ട് അഡ്മിഷൻ ഉണ്ടോ അല്ലെങ്കിൽ സെക്കൻഡ് സപ്ലിമെൻ്ററി ഉണ്ടോ എന്നുള്ളത് പല വിദ്യാർത്ഥികളും ചോദിക്കുന്നതാണ്. അതുപോലെ എങ്ങനെയാണ് സ്പോട്ട് അഡ്മിഷൻ ലഭിച്ച സ്കൂളിൽ അല്ലെങ്കിൽ സ്പോട്ട് അഡ്മിഷനായിട്ട് സ്കൂളിൽ പോവുക അല്ലെങ്കിൽ സെക്കൻഡ് സപ്ലിമെൻ്ററി ഉണ്ടോ എന്നുള്ളത് വിദ്യാർത്ഥികൾ ചോദിച്ച കാര്യമാണ്. ഇനി ഈ ഒരു സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഇല്ല, അതിന് പകരം സ്പോട്ട് അഡ്മിഷനാണുള്ളത്. ആ ഒരു സ്പോട്ട് അഡ്മിഷന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ലിസ്റ്റ് വേക്കൻസി അതായത് റാങ്ക് ലിസ്റ്റാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഓൾറെഡി നിങ്ങൾ ഈ ഒരു രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ചെയ്യേണ്ടത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും വെയിറ്റിംഗ് ലിസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ ഏത് സ്കൂളിലേക്കാണ് ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നത് ആ ഒരു സ്കൂൾ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ആ ഒരു സ്കൂൾ സെലക്ട് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ കുറേ സ്കൂൾ നിങ്ങൾ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് അതിനനുസരിച്ച് ആ ഒരു സ്കൂളും കോഴ്സും ഇതേ രീതിയിൽ ടൈപ്പ് ചെയ്ത് സെലക്ട് ചെയ്ത് ഗെറ്റ് ഡാറ്റ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് നിങ്ങൾക്ക് ആരൊക്കെയാണ് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത്, അവരുടെ റാങ്ക് എത്രയാണെന്നുള്ളത് നിങ്ങൾക്കിവിടെ കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ റാങ്ക് ഡീറ്റെയിൽസ് മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ഓരോ സ്കൂളിലും നിങ്ങൾ ഓപ്ഷൻ വെച്ച എല്ലാ സ്കൂളിലും നിങ്ങളുടെ റാങ്ക് ഡീറ്റെയിൽസ് എല്ലാ കോഴ്സുകളിലും പരിശോധിക്കേണ്ടതാണ്. അപ്പോൾ ഈ രീതിയിൽ അതായത് ആദ്യം ഒന്നുകൂടി നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു സ്കൂൾ സെലക്ട് ചെയ്യുന്നു. ഈ ഒരു സ്കൂളിൽ ഞാനിപ്പോൾ ഈ ഒരു സ്കൂളല്ല, ജസ്റ്റ് ഞാൻ മറ്റൊരു സ്കൂളിലേക്കാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു സ്കൂൾ സെലക്ട് ചെയ്യുന്നു. സിറ്റി VHSS എന്ന് പറഞ്ഞുള്ള ആ ഒരു സ്കൂൾ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഈ ഒരു കോഴ്സിലേക്കാണ് അപ്ലൈ ചെയ്തതെന്ന് കരുതുക. ജസ്റ്റ് അത് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം ഗെറ്റ് ഡാറ്റ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ നിങ്ങൾക്ക് കാണാം 3 വിദ്യാർത്ഥികളാണ് ഇതിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഓരോ വിദ്യാർത്ഥികൾക്കും അവരുടെ റാങ്ക് മനസ്സിലാക്കാം. WGP അനുസരിച്ചാണ് റാങ്ക് വരുന്നത്. അപ്പോൾ 1, 2, 3 വിദ്യാർത്ഥികൾ മാത്രമേ ആ ഒരു സ്കൂളിൽ ഓപ്ഷൻ ആയിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളുടെ റാങ്ക് ഇതിൽ എത്രാമതാണ്, അതായത് 1ാമത്തെ റാങ്കാണെന്ന് കരുതുക. അപ്പോൾ അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു സ്കൂൾ അതായത് ഈ ഒരു സ്കൂളിൻ്റെ കോഡ് കറക്റ്റായിട്ട് മനസ്സിലാക്കുക. അതിനുശേഷം നിങ്ങൾ നേരത്തെയുള്ള ആ ഒരു പേജിലേക്ക് വരിക. ഈ രീതിയിൽ നിങ്ങൾ ഓരോ സ്കൂളിലും ഓപ്ഷൻ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ കറക്റ്റായിട്ട് ആ ഒരു വേക്കൻസിയും അതുപോലെ നിങ്ങളുടെ റാങ്ക് ഡീറ്റെയിൽസ് എത്രയാണെന്നുള്ളത് മനസ്സിലാക്കുക. അതിനുശേഷം നിങ്ങൾ ആ ഒരു ജില്ല ഏതായിരുന്നു ആ ഒരു ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഗെറ്റ് ഡാറ്റ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾ ഏത് സ്കൂളായിരുന്നു ഓപ്ഷൻസ് ആയിട്ട് നേരത്തെ നൽകിയിട്ടുണ്ടായിരുന്നത് ആ ഒരു സ്കൂളിൻ്റെ കോഡ് നോക്കുക. അപ്പോൾ ഞാനിപ്പോൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു സ്കൂളായിരുന്നു, അതായത് ഗവൺമെൻറ് സിറ്റി VHSS. ഇവിടെയായിരുന്നു ഞാൻ ഓപ്ഷൻ വെച്ചത് എന്ന് കരുതുക. അതുപോലെ നിങ്ങൾ ഓപ്ഷൻ വെച്ചത് ഈ ഒരു സ്കൂളാണ് എങ്കിൽ നിങ്ങളുടെ റാങ്ക് നേരത്തെ ഉള്ള ലിസ്റ്റിൽ 3 വിദ്യാർത്ഥികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് ഓഫീസ് ഓപ്പറേഷൻസ് എക്സിക്യൂട്ടീവ് എന്നുള്ള ആ ഒരു കോഴ്സിൽ 7 സീറ്റാണ് അവിടെ ഉള്ളത്, അതായത് 7 സീറ്റാണ് വാക്കൻസി ഉള്ളത്. ആകെ 3 വിദ്യാർത്ഥികളെ അപ്ലൈ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു വിദ്യാർത്ഥിക്ക് അവിടെ അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അത് സാധ്യത കൂടുതലല്ല, പോയി കഴിഞ്ഞാൽ അഡ്മിഷൻ കിട്ടും. അപ്പോൾ ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾ അത് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യത മനസ്സിലാക്കി ജൂലൈ 30-നകം തന്നെ അഡ്മിഷനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നേരിട്ട് പോയിട്ട് അഡ്മിഷൻ നേടാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുവരെ ഈ ഒരു അഡ്മിഷനായിട്ട് നിങ്ങൾ ഈ ഒരു സ്പോട്ട് അഡ്മിഷൻ രജിസ്ട്രേഷൻ ചെയ്ത ഒരു വിദ്യാർത്ഥിയാണ്, ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ നിങ്ങളുടെ റാങ്ക് ഇത്രയാണ്, അതുപോലെ ആ ഒരു സ്കൂളിൽ വേക്കൻസി ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് പോയിട്ട് തന്നെ ആ ഒരു സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സും ഫീസും എടുത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡ്മിഷൻ തരുന്നതാണ്. അപ്പോൾ ജൂലൈ 30-ാം തീയതി വരെയാണ് നിങ്ങൾക്ക് ഈ രീതിയിൽ അഡ്മിഷൻ നേടാൻ സാധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ആ ഒരു സ്കൂളിൽ വിളിച്ച് നോക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ 0 വേക്കൻസി കാണുന്ന സ്കൂളുകൾ നിങ്ങൾ ഓപ്ഷനായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സ്കൂളിലും വിളിച്ച് ചോദിക്കാം അവിടെ ഏതെങ്കിലും സീറ്റ് വേക്കൻസി ഉണ്ടോ എന്നുള്ളത്. അതനുസരിച്ച് നിങ്ങൾക്ക് പോയിട്ട് അവിടെ അഡ്മിഷൻ നേടാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് ഈ ഒരു പോയിട്ട് അഡ്മിഷൻ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു സ്പോട്ട് അഡ്മിഷൻ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ നിങ്ങളുടെ ആ ഒരു വെയിറ്റിംഗ് ലിസ്റ്റിലെ നിങ്ങളുടെ റാങ്കും അതുപോലെ ആ ഒരു സ്കൂളിൽ എത്ര സീറ്റാണ് വേക്കൻസി ഉള്ളത് എന്നുള്ളത് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ആ ഒരു സ്കൂളിൽ ഒരു ഉദാഹരണത്തിന് നിങ്ങൾക്കിപ്പോൾ ഒരു 2 വേക്കൻസിയാണ് ഉള്ളതെന്ന് കരുതുക, നിങ്ങളുടെ റാങ്ക് ഒരു 5 ആണെന്ന് കരുതുക. അപ്പോൾ അവിടെ അഡ്മിഷൻ കിട്ടുമോ എന്നുള്ളത് ഡൗട്ട് ഉണ്ടാവും. നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം ആ ഒരു സ്കൂളിലൊന്ന് വിളിച്ച് ചോദിക്കുക. കാരണം ഈ റാങ്കിന് മുകളിലുള്ള വിദ്യാർത്ഥികൾ അഡ്മിഷൻ എടുക്കാതിരിക്കുകയാണെങ്കിൽ അവിടെ സീറ്റ് വേക്കൻസി വരികയും നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻ എടുക്കാനും സാധിക്കും. അപ്പോൾ നിങ്ങൾ ഓപ്ഷൻ നൽകിയിട്ടുള്ള സ്കൂളുകളിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സുകൾ ഏതൊക്കെയാണ്, അതിൽ വേക്കൻസി ഉണ്ടോ എന്നുള്ള കാര്യം കറക്റ്റായിട്ട് മനസ്സിലാക്കി നിങ്ങളുടെ റാങ്ക് മനസ്സിലാക്കി അഡ്മിഷൻ സാധ്യത മനസ്സിലാക്കി നിങ്ങൾ ആ ഒരു സ്കൂളിൽ വിളിച്ചിട്ട് അവിടെ അഡ്മിഷൻ കിട്ടുമോ എന്നുള്ള കാര്യം അന്വേഷിച്ച് നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻ കിട്ടുമെങ്കിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കുക. അതുപോലെ തന്നെ സീറ്റ് വേക്കൻസി അവിടെ ഒരു 10 സീറ്റ് ഉണ്ട്, നിങ്ങളുടെ റാങ്ക് എന്ന് പറയുന്ന ഒരു 5 ആണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും അഡ്മിഷൻ കിട്ടും. നിങ്ങൾ ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ഒക്കെ എടുത്തുകൊണ്ട് ജൂലൈ 30-നുള്ളിൽ, അത് ഇന്ന് മുതൽ ജൂലൈ 30-നുള്ളിൽ പോയിട്ട് അഡ്മിഷൻ എടുത്താൽ മതി. നിങ്ങൾ ജസ്റ്റ് ഒന്ന് സ്കൂളിൽ വിളിച്ച് ചോദിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തരും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.